മണിക്ക് 9 മണിക്ക് ഈ 3 സമയത്തെ ആഹാര കാര്യങ്ങൾക്ക് ഇടയ്ക്കുള്ള സമയം എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കേണ്ടത്? അങ്ങനെ വല്ലതും ഉണ്ടോ? എങ്ങനെ, എനിക്ക് ചോദ്യം ഒന്നും കൂടി പറയാം. നമ്മളിപ്പോ 8 മണിക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്ക് 12 മണിക്ക് അടുത്ത് കഴിക്കുന്നു. അതിന് സമയത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഈ കൈനീട്ടം വൈകുന്നേരം ആയ കുഴപ്പമുണ്ടോന്ന് ചോദിച്ച പോലെയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പോണത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോ വിശപ്പ് വരുന്നില്ല. വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് നല്ലതാണോ, വിശന്നിട്ട് കഴിക്കുന്നതാണോ നല്ലത്? ശരിക്കും വിശപ്പറിയണം. വിശപ്പറിയാത്തതിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. രാവിലെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് മെയിൻ. വിശപ്പ് വളരെ കുറച്ച് കഴിച്ചാലും മതി, പക്ഷെ കൃത്യമായിട്ടുള്ള സമയത്ത് ഭക്ഷണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് 7:30, 8 മണി, 8:30 ആ സമയത്തിനുള്ളിൽ കഴിച്ചില്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകും, കോപം കൂടും. നമ്മളുടെ ഭക്ഷണത്തില് എരിവ്, പുളി, ഉപ്പ് ഇവ മിതപ്പെടുത്തണം. അതായത് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം നമ്മളെ കോപിഷ്ഠരാക്കും. പുളി, പിക്കിൾസ് അധികം ഉപയോഗിക്കുന്നത് അതും ഇതുപോലെ തന്നെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. പുളിച്ച സംസാരത്തിന് കാരണമാകുന്നത്. ഉപ്പ് കൂടുതൽ കഴിക്കുന്നവര് മറ്റുള്ളവരെ കരയിപ്പിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ എരിവ്, പുളി, ഉപ്പ് എന്നിവ കുറയ്ക്കുക. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. കഴിയുന്നതും കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അർദ്ധരാത്രിയിൽ എന്തും കഴിച്ചിട്ട് കാര്യമില്ല, കഴിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിനുത്തമം. ഇതാണ് ശരിക്കും ആയുർവേദവും പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 2 കൈയും കൂടി കൂട്ടിപ്പിടിച്ചാല് ആ കൈ കുമ്പിളിൽ കൊള്ളാനുള്ള ഭക്ഷണം. അത്രയാണ് ആമാശയത്തിന്റെ വലിപ്പം പറഞ്ഞേക്കുന്നത്. ഞാനും അതിനനുസരിച്ചല്ല കഴിക്കുന്നത്, പക്ഷെ അത്രയും മാത്രമാണ് കഴിക്കേണ്ടത്. ആ കൈക്കുമ്പിൾ അകന്നു പോയാൽ ശരീരത്തിൽ നിന്ന് ജീവൻ പെട്ടെന്ന് വിട്ടുപോകാൻ അത് കാരണമാകും. 2 കൈക്കുമ്പിൾ അടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന അളവിനേക്കാൾ ഈ പറയുന്ന ഞാനും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഒരു അതാണെങ്കിലും ഒരു 4 കൈക്കുമ്പിളിലങ്ങ് ചെല്ലുമ്പോ ആമാശയം വികസിച്ചോ? ഇവിടെ കോമൺ ആയിട്ടൊരു ചൊല്ലുണ്ട്, അടിവയറ് തള്ളിയ അടിയന്തരം കൂടാം. പക്ഷെ ഇതാണ് അതിന്റെ ഒരു ആരോഗ്യത്തിന്റെ ഒരു ഭക്ഷണ രീതിയിൽ പറയുന്നത്. നമ്മള് ഇതൊന്നുമല്ല, മലയാളികള് 5 നേരവും 6 നേരവും ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അർദ്ധരാത്രിയിലും ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് നമ്മൾക്ക് ഇപ്പൊ ഉള്ളത്. അതായത് നീഹാരമാവാം, നിശയിൽ നീഹാരം, അഹസിൽ ആഹാരം. ഒരു ചെറിയ കാര്യം കൂടെ ഒന്ന് ചോദിക്കാനേ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കുന്നതാണോ ഉത്തമം? ഭക്ഷണത്തിന് കുറച്ച് മുൻപേ വെള്ളം കുടിച്ചിട്ട് ഭക്ഷണം കരപദാർത്ഥം നമ്മുടെ ദഹന രസത്തോടു കൂടി മാത്രമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നീട് വെള്ളം കഴിക്കുന്നതാണോ നല്ലത്, അതോ ഒപ്പം കഴിക്കുന്നതാണോ നല്ലത്? അതായത് രാവിലെ ഏർലി മോർണിംഗ് തൊട്ട് നമ്മള് ന്യായമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ, ദാഹിക്കാതെ തന്നെ ജലം കുടിച്ചുകൊണ്ടിരിക്കണം. ഭക്ഷണത്തിനൊപ്പമല്ല. അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷമാണ് ഭക്ഷണം പറയുന്നത് സാധാരണ. ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂറിന് ശേഷവും വെള്ളം കുടിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചോന്നാണ് എല്ലാരും ചോദിക്കുക, വെള്ളം കുടിച്ചോന്ന് ആരും ചോദിക്കാറില്ല. വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം. ജ്ഞാനികളായിട്ടുള്ള മഹർഷീശ്വരന്മാരുടെ, ഋഷീശ്വരന്മാരുടെ എല്ലാം കൈകളില് ഗ്രന്ഥക്കെട്ടുകളെല്ലാം ഉണ്ടായിരുന്നത് കമണ്ടലു മാത്രമാണ്, വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. വെള്ളത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അത് വളരെ സിപ്പ് ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഇതിനൊരു പ്രത്യേകത പറയൂട്ടോ. നമ്മൾ നന്നായിട്ട് ഒരു കുടം വെള്ളം കുടിക്കാൻ ദാഹിച്ചിരിക്കുമ്പോ ഒരു സിപ്പപ്പ് കഴിച്ചെന്നാൽ നമ്മളുടെ ദാഹം ആ ഒരു സിപ്പിൽ ഒതുങ്ങും. കാരണം നമ്മൾ സിപ്പ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ടാണ് ആ ദാഹം ശമിക്കുന്നത്. നമ്മള് വെള്ളം വളരെ സ്ലോലി ധാര പോലെ നമ്മള് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. രോഗത്തെ ശുദ്ധീകരിക്കാനായിട്ട് അത് കാരണമാകും. നല്ല പച്ചവെള്ളം തന്നെ കുടിക്കാൻ പറ്റുന്ന നല്ല കിണറുകൾ ഉണ്ടെങ്കിൽ ആ കിണറ്റിലെ വെള്ളത്തില് ഒരു തുളസിയില എടുത്തിട്ടിട്ട് അല്പനേരം കഴിഞ്ഞിട്ട് കുടിക്കുക. നല്ല ജീവസുള്ള വെള്ളം കിട്ടുവാണെങ്കിൽ അതായിരിക്കും ശരീരത്തെ ജീവസുറ്റതാക്കാനായിട്ട് അത് കാരണമാകുന്നത്. നല്ല വെള്ളം അപ്പം ശരീരത്തെ നന്മയിലേക്ക് നയിക്കും, കോശശുദ്ധീകരണം നടക്കും, മൈക്രോ ലെവലിലേക്ക് താന്നിട്ട് നല്ല വെള്ളം കുടിക്കുക. ശങ്കില തീർത്തും നല്ലതാണ്. അതുപോലെ തന്നെ കക്കായിട്ട് വെള്ളം, കിണറ്റിലെ വെള്ളം, അതെല്ലാം തുടിച്ചു കോരുന്ന കിണറ്റിലെ വെള്ളം. ക്ഷേത്രങ്ങളിലെല്ലാം അഭിഷേകത്തിന് എടുക്കുന്ന വെള്ളമില്ലേ, തുടിച്ചു കോരി എടുക്കുന്നത്,
തുടിച്ചു കോരി കിണറ്റിലെ വെള്ളം എടുത്താൽ അതിന് ചെറിയ മധുരമുണ്ട്. അങ്ങ് അതെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൈക്രോ ലെവലിൽ മാറ്റം വരും വെള്ളത്തിന്. അതിനകത്തേക്ക് തുളസി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർപ്പൂരം, പച്ചക്കർപ്പൂരം ആ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് ഇട്ടിട്ട് അല്പനേരം കഴിഞ്ഞിട്ട് അത് കുടിച്ചാല് മുഴുവൻ കോശങ്ങളിലും കയറി ചെന്ന് കോശശുദ്ധീകരണം നടത്തുവാനായിട്ട് അത് കാരണമാകും. ശരിക്കും നന്നായിട്ട് ജലം നദി പോലെ ഒഴുകണം ശരീരത്തിലൂടെ. നന്നായിട്ട് വെള്ളം കുടിക്കണം. ആരും ചോദിക്കാറില്ല വെള്ളം കുടിച്ചോന്ന് ചോദിക്കില്ല, ഭക്ഷണം കഴിച്ചോ എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. പക്ഷെ ചോദിക്കേണ്ടത് ഭക്ഷണം കഴിച്ചോന്നല്ല, വെള്ളം കുടിച്ചോ എന്നാണ് ചോദിക്കേണ്ടത്. എപ്പോഴും നമ്മളുടെ കയ്യിൽ വെള്ളം ഉണ്ടാവണം. ശരി. എവിടെ പോയാലും വെള്ളം കൊണ്ടു നടക്കണം. പേഴ്സ് കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം കൊണ്ടുപോകണം. അല്ല, നേരത്തെ നമുക്കറിയാലോ, കൃഷീശ്വരന്മാരുടെ എല്ലാം അവരുടെ ചിത്രങ്ങളിലും അവരുടെ പ്രവൃത്തികളും മുഴുവൻ ഈ കമണ്ടലും ഉണ്ടായിരുന്നല്ലോ. കമണ്ടല് മാത്രമാണ്. ഇപ്പൊ നമ്മളും പൊതുവെ യാത്രകളില് നമുക്ക് ലോകം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകൾക്കും വെള്ളം കുടിക്കാൻ മടിയാണ്, പുരുഷന്മാരും അതുപോലെ തന്നെയാണ്, വെള്ളം കുടിക്കാൻ മടിയാണ്. അവിടെയാണ് രോഗഭൂവായിട്ട് ശരീരം മാറുന്നത്. ആഹാരത്തെക്കാൾ ഉപരി, കരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തെക്കാൾ ഉപരി അവശ്യ വസ്തു വെള്ളമാണ്. ഇനി ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം കുടിച്ചാലും നിൽക്കാം. വെള്ളം കുടിച്ചാൽ മതി. ഇതിനകത്തൊരു ഈ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ അതിനകത്തൊരു രസതന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ സങ്കല്പിച്ച് ഗുളിക കഴിക്കുക. ആഹാരത്തിന് മുമ്പ് ഒരു ഗുളിക കഴിക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ആഹാരം കഴിച്ചു. ആഹാരത്തിന് ശേഷം ഒരു ഗുളിക സങ്കല്പിച്ച് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അങ്ങനെ 3 നേരവും, ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും ഗുളിക സങ്കല്പിച്ച് വെള്ളം മാത്രം കുടിച്ചാൽ രോഗം മാറും. ആ മെഡിസിൻ അല്ല രോഗത്തെ മാറ്റുന്നത്. അതിനേക്കാൾ കൂടുതൽ ഗുണം ആ ജലത്തിനാണ്. നമ്മളെ രോഗമുക്തിക്ക് കാരണമായിരിക്കുന്നത് ജലമാണ്. ബോധം കെട്ടാൽ എന്താ പറ്റുന്നുള്ളത്? ജലമാണ്. ഒരു കൈക്കുടന്നയിൽ കൊള്ളാവുന്ന ജലം മുഖത്ത് തളിച്ചാൽ ഏത് ബോധക്ഷയത്തിൽ നിന്നും നമ്മൾ ഉണരും. ജലം നന്നായിട്ട് ജലസേവയെ ചെയ്യുക, ധാരയെ ചെയ്യുക. ശരീരത്തിൽ നന്നായിട്ട് ജലം ഒഴുകട്ടെ. മുഴുവൻ കോശ ശുദ്ധീകരണങ്ങളും നടന്നുകൊണ്ടേയിരിക്കട്ടെ ശരീരത്തിലെ. പാർവതി സേവ ചെയ്യുക. അതെ, പാർവതി സേവയെ ചെയ്യുക. ഈ ശൈവത്തിൽ, ഈ ശരീരത്തില് എങ്ങനെയാണോ ശിവക്ഷേത്രങ്ങളിൽ ധാരയ്ക്കുള്ള പ്രാധാന്യം എന്താണോ അത്രയും പ്രാധാന്യം നമ്മളുടെ ശരീരത്തിലും ചെയ്യുക. ശൈവശക്തിയാണ് ശരീരം. ഈ ദേശം തന്നെയാണ് ഈ ദേഹത്തിന് കാരണം. ആ ദേഹശക്തിയായിരിക്കുന്ന, ശൈവശക്തിയായിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ശരിക്കും ധാരയെ ചെയ്യുക ജലം.